നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിൽ വമ്പന്മാരെ നേരിടാനുള്ളതാണ് മൊറോക്കോക്കും നോർവേക്കും. മൊറോക്കോ ബ്രസീലിൻ്റെ ഗ്രൂപ്പിലാണ്. അവരുടെ ആദ്യത്തെ കളിയും ബ്രസീലിനെതിരെയാണ്. അതുപോലെ നോർവേ ഫ്രാൻസിൻ്റെ ഗ്രൂപ്പിലാണ്. ഒരു കിടിലൻ പോരാട്ടം നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ്. ഈ വേൾഡ് കപ്പിൽ കറുത്ത കുതിരകളായിട്ട് മുന്നോട്ട് കുതിക്കാൻ സാധ്യതയുള്ള രണ്ട് ടീമുകളാണ്. അവർ പരസ്പരം ഇതാ സന്നാഹ മത്സരത്തിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു. അപ്പോൾ സൂപ്പർ താരങ്ങൾ ഗോളടിച്ചിരിക്കുന്നു. ഒഡേഗാർഡാണ് നോർവേയുടെ ഗോൾ കണ്ടെത്തിയതെങ്കിൽ ബ്രാഹിം ഡയസാണ്, റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം ബ്രാഹിം ഡയസാണ് മൊറോക്കോക്കായിട്ട് ഗോൾ നേടിയത്. 1-1 സമനിലയിലാണ് ഇരു ടീമുകളും പിരിഞ്ഞിരിക്കുന്നത്. സൂപ്പർ താരനിരയും കൊണ്ടാണ് ഇരു ടീമും ഇറങ്ങിയത്. യാസിൻ ബോനോ ഗോൾ കീപ്പറായിട്ട്, പിന്നെ അഷ്റഫ് ഹക്കീമിയും നുസൈർ മസ്റോയും ഒക്കെ ഡിഫൻസിൽ, സൈബരിയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രാഹിം ഡയസും എസബ്ദയും ഒക്കെ ചേർന്നുകൊണ്ട് മൊറോക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചപ്പോൾ മറുഭാഗത്ത് ഏർലിംഗ് ഹാലൻഡും ഓഡേഗാർഡും ഒക്കെ സൊർലോത്തും ഒക്കെ അണിനിരക്കുന്ന മികച്ച സ്കോഡും കൊണ്ട് നോർവേയും ഇറങ്ങി. കളിയുടെ 8ാമത്തെ മിനിറ്റിലാണ് ബ്രാഹിം ഡയസിലൂടെ മൊറോക്കോ തങ്ങളുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത്. ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിനും മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ നോർവേ 75ാമത്തെ മിനിറ്റിൽ ആ ഗോൾ മടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഓഡേഗാർഡാണ് അവരുടെ ആ ഒരു സമനില ഗോൾ കണ്ടെത്തിയത്. മത്സരത്തിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയത് മൊറോക്കോ തന്നെയാണ്. പക്ഷേ നോർവേയും ഒട്ടും പുറകിലല്ലാത്ത രൂപത്തിൽ പോരടിച്ച് നിൽക്കുകയും ഉണ്ടായി. ഈ രണ്ട് ടീമുകളും പമ്പന്മാർക്ക് വേൾഡ് കപ്പിൽ പണി കൊടുക്കാൻ നല്ല സാധ്യതയുണ്ട്. മൊറോക്കോയുടെ അടുത്ത മത്സരം ബ്രസീലിനെതിരെ വേൾഡ് കപ്പിൽ ജൂൺ 14 പുലർച്ചെ 3:30 നോർവേക്ക് ഇനി വേൾഡ് കപ്പിലെ ആദ്യ മത്സരം ഇറാഖിനെതിരെയാണ്. അതിന് ശേഷം അവർക്ക് സെനഗലുമായിട്ട് കളിയുണ്ട്. പിന്നെ ജൂൺ 27 പുലർച്ചെ 12:30 അവർ ഫ്രാൻസിനെ നേരിടുന്ന സൂപ്പർ പോരാട്ടം വരുന്നത്. ഏതായാലും രണ്ട് ടീമുകളും അവരുടെ ശക്തി കൃത്യമായിട്ട് കാണിച്ചൊരു പോരാട്ടമാണ് കടന്നുപോയത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.